ഇന്നത്തെ ക്രിസ്മസിന് ഒരു അടിപൊളി കള്ളപ്പം നമുക്കുണ്ടാക്കാം. നല്ല സോഫ്റ്റും നല്ല പഞ്ഞി പോലത്തെ കള്ളപ്പം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. ഇത് നമ്മൾ റിയലായിട്ട് തന്നെ കള്ളൊഴിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ കള്ളപ്പം എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഉള്ളി, അതിനുശേഷം ചെറുജീരകം, അത് 1 ടീസ്പൂണൊക്കെ മതിയാവും. അതിനുശേഷം അതും രണ്ടും കൂടെ മിക്സിയിലേക്ക് ഇടുക. അതിനുശേഷം 1/2 ടീസ്പൂൺ പഞ്ചസാര ഇടുക, കൂടെ തേങ്ങയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ കള്ള് നമുക്ക് ഒഴിക്കാം. ഞങ്ങളിവിടെ 1 ഗ്ലാസ് കള്ളാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇത് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയും കൂടെ അരച്ചെടുക്കാം. പച്ചരിയും അതുപോലെ ബാക്കി ഇച്ചിരി കള്ള് മിച്ചം വരുന്നതും കുറച്ച് റൈസ്, വെള്ള റൈസാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് അരച്ചു. അതിനുശേഷം നമ്മൾ ആദ്യം അരച്ചതിൻ്റെ അകത്തേക്ക് തന്നെ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തു. ശേഷം നന്നായിട്ട് ഇത് കലക്കി ഒരു 4-5 മണിക്കൂർ പുളിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് നമുക്ക് ഏകദേശം പുളിച്ച് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ചുട്ടെടുക്കാം. ക്രിസ്മസിന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അതായത് നോയമ്പൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് നോയമ്പ് മുറിക്കാൻ നേരത്ത് വളരെ ടേസ്റ്റാണ് കള്ളപ്പവും അതുപോലെ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നല്ലതായിട്ട് സക്സസ് ആവും. കഴിക്കാനും ടേസ്റ്റുണ്ട്. അപ്പം നന്നായിട്ട് എല്ലാവരും ഈ ക്രിസ്മസിന് ഇത് തയ്യാറാക്കി നോക്കാനായിട്ട് ട്രൈ ചെയ്യണേ. താങ്ക്